മയിൽ വിശ്വകർമ്മ ചുഗന്നമ്മ ഭഗവതി ക്ഷേത്ര കളിയാട്ട മഹോത്സവം 22 മുതൽ. ചുഗന്നമ്മ ഭഗവതിയും തായ്പരദേവതയും അടക്കം 8 തെയ്യക്കോലങ്ങൾ കെട്ടിയാടും. 24 പുലർച്ചെ 3 മണി മുതലാണ് തെയ്യങ്ങളുടെ പുറപ്പാട്. കഠിനമതാളിയതു കേട്ടു കാടിന്ന മരളിന ബാലി കണ്ണുതരം മറയക്കോ വിച്ചലറിയടുത്തു. 1.5 നൂറ്റാണ്ട് മുമ്പ് വേളം മഹാഗണപതി ക്ഷേത്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടെത്തിയ വിശ്വകർമാക്കൾ താമസത്തിനായി തിരഞ്ഞെടുത്ത സ്ഥലമായിരുന്നു ഇത്. അവർക്ക് ആരാധന നടത്തുന്നതിനായി ഒരു ഗുരുസ്ഥാനം അവർ കണ്ടെത്തി. അത് പിന്നീട് ചുഗന്നമ്മ ഭഗവതി ക്ഷേത്രമായി മാറി. മയിൽ വിശ്വകർമ്മ ചുഗന്നമ്മ ഭഗവതി ക്ഷേത്രത്തിൽ 2 വർഷത്തിൽ ഒരിക്കലാണ് കളിയാട്ടം നടത്താറുള്ളത്. ഇത്തവണത്തെ കളിയാട്ടം 22-ന് ആരംഭിക്കും. മയിൽ ശ്രീ ഗണപതി ക്ഷേത്രത്തിൻ്റെ പണിക്ക് വേണ്ടിയിട്ട് വന്നിട്ടുള്ള ആൾക്കാരാണ് ഇതിൻ്റെ പൂർവ്വികർ. അവിടെ ക്ഷേത്രം പണി കഴിഞ്ഞതിന് ശേഷം നമുക്കിങ്ങനെ ആരാധിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥാനം വേണമെന്നുള്ള രീതിയിൽ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നു. ഇവിടെ ക്ഷേത്രങ്ങളുണ്ടാക്കിയിട്ട് പിന്നെ മാടം 9ഉം 10ഉം ഇവിടെ കളിയാട്ടങ്ങൾ ചെയ്യും. 1.5 വിട്ടിട്ടുള്ള ഇതിൽ. അപ്പോൾ ക്ഷേത്രങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇപ്പം നമ്മളിപ്പം 2ാമത്തെ തലമുറയാണ് ഇന്നിപ്പം നടക്കുന്നത്. 2ഉം 3ഉമായിട്ടുള്ള തലമുറ ആൾക്കാർക്ക്. അപ്പോൾ മാടം 8ാം തീയതി ഗുരുപൂജ, 9ഉം 10ഉം തെയ്യം. അങ്ങനെയാണ് ഇപ്പം ഇവിടേക്ക് ഇപ്പം നടത്തി വരുന്നത്. തെയ്യങ്ങൾ ഇവിടെ ഇപ്പോൾ ഉള്ളത് ചോന്നമ്മ, തായ്പരദേവത, ധർമ്മദൈവം, ബാലി, ഗുളികാംഗഭഗവതി, വിഷ്ണുമൂർത്തി, ശാസ്ത്രപ്പൻ, ഗുളികൻ, പിന്നെ കഴകപ്പുരയിൽ ഗുരുസ്ഥാനം. ഇങ്ങനെയാണ് നമ്മളിവിടെ ഇപ്പം നടക്കുന്നത്. ധർമ്മദൈവം, ബാലി, ഗുളിയാംഗ ഭഗവതി, വിഷ്ണുമൂർത്തി, ശാസ്തപ്പൻ, ഗുളികൻ, ചുഗന്നമ്മ ഭഗവതി, തായ്പര ദേവത തുടങ്ങിയ തെയ്യക്കോലങ്ങളാണ് കെട്ടിയാടുക. 22-ന് രാത്രി 7 മണി മുതൽ കലാപരിപാടികൾ ആരംഭിക്കും. രാത്രി 8:30 മുതൽ ഗുരുപൂജ നടക്കും. 23-ന് രാവിലെ 9 മണിക്ക് ഗണപതി ഹോമവും 11 മണി മുതൽ അന്നദാനത്തിനുള്ള ദ്രവ്യസമർപ്പണവും നടക്കും. വൈകിട്ട് 3 മണിക്ക് ധർമ്മദൈവത്തിന്റെ വെള്ളാട്ടവും തുടർന്ന് തെയ്യക്കോലങ്ങളുടെ തോറ്റവും നടക്കും. 24-ന് പുലർച്ചെ 3 മണിക്ക് ധർമ്മദൈവത്തിന്റെ പുറപ്പാട്, തുടർന്ന് മറ്റ് തെയ്യക്കോലങ്ങളും കെട്ടിയാടും. നാട്ടുകാരുടെ നേതൃത്വത്തിൽ വിപുലമായ കമ്മിറ്റിക്ക് രൂപം നൽകിയാണ് കളിയാട്ടം നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.